എന്താ മൊയ്തീനത്? രാവിലെ ഞങ്ങൾ എത്ര മണിക്കൂടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാ? ആർക്കെല്ലാം നല്ല ഉത്തരവാദിത്തമുണ്ടോ? നമ്മള് ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞാല് ഇനി നമുക്ക് കുറച്ച് സീനൊക്കെ എടുക്കാനില്ലേ, അതിന്റെ അകത്ത് അഭിനയിക്കാൻ വരുന്ന ആൾക്കാരോട് നമുക്ക് കുറച്ച് പൈസ അങ്ങോട്ട് വാങ്ങാം. ചെറ്റത്തരം അതെങ്ങനെ പേര് പോലെ ഇനി ഈ ലൊക്കേഷൻ എന്റെ മുമ്പ് വെച്ച് ഈ വർത്താനം നീ പറഞ്ഞ അതല്ല, അത് നായ നടുക്കളിലേക്ക് എന്നാലും നക്കിയെ കുടിക്കുന്നൊരു ചൊല്ലുണ്ട്. ഈ വൃത്തിയായിട്ട വാക്ക് എന്നെ മുമ്പ് വെച്ചോ. എടാ ഒരു നേരം അഭിനയിക്കാൻ വരുന്നത് അത് മേടിക്കാനൊക്കെ പറയണം. ഇതൊന്നും വലിയ തെറ്റല്ല ഇങ്ങനെ ആൾക്കാരെ അടുത്ത് പൈസ വാങ്ങാന്ന് പറയണേ. ഇങ്ങനെ ഓരോ ആഴ്ചയിലും പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തും. ആൾക്കറിയോ എത്ര പാവങ്ങളറിയോ ഈ ഇന്റർവ്യൂന്ന് എന്ന് പറഞ്ഞ് എവിടുന്നൊക്കെ വന്നിട്ടാ കഷ്ടപ്പെട്ട് പോണെന്നറിയോ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഈ പറഞ്ഞ നമ്മൾ കാണിക്കുന്ന ചെറ്റത്തരമല്ലടാ പൈസ കൊടുത്ത് മേടിക്കുന്നത്. അത് എനിക്ക് അതിനോട് യോജിക്കുന്നു. അല്ല വൈദ്യനെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ ഉറക്കം ഒഴിഞ്ഞിരുന്ന് എഴുതി ഉണ്ടാക്കിയ ക്യാരക്ടർ അത് പൈസ ഒരാളുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റിയതായിരിക്കില്ല. അല്ല അപ്പൊ നമ്മൾ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ എന്റെ അടുത്ത് വന്ന് കുറച്ച് പൈസ വെച്ചില്ലേ, എന്റെ കുട്ടീന്റെ സ്കൂളിൽ ഫീസ് കൊടുത്തില്ല അല്ലേ? അത് കൊടുക്കണോ? പിന്നെ അതുപോലെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, എന്റെ ഭാര്യന്റെ സ്കൂട്ടീന്റെ അടവ് തെറ്റിട്ട് സേറ്റ് പിടിച്ചുകൊണ്ടുപോകാനായിരിക്കണത് അല്ലേ? ഇപ്പൊ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരും. എന്റെ മൊയ്തീനെ ഉടായിപ്പിന്റെ പര്യാപരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊയ്തീൻ തന്നെ. പല ഉടായ്പകളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഉടായിപ്പിന്റെ ഉസ്താദാണ് മൊയ്തീൻ. നമ്മൾ ഉടായ്പിന്റെ ഉസ്താദ, നമ്മൾ സമ്മതിച്ചു. പക്ഷെ ഇത് നമ്മൾ ചെയ്യണതേ ഞമ്മക്ക് മാത്രം ജീവിക്കാനല്ല, നിങ്ങൾ സിനിമ പൂർത്തിയാക്കാൻ വേണ്ടിട്ടാ. ഞമ്മക്ക് ഇതിന്റെ യാതൊരു ആവശ്യമില്ല. ഈ സിനിമ പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ഞമ്മക്ക് ജീവിക്കാനേ. നമുക്ക് കോഴിക്കോട് 7 മുറി പീടിയുണ്ടോ, അത് വാടക കൊടുത്താൽ മതി. നമ്മളെ കുടുംബം സൂപ്പറായിട്ട് ജീവിച്ചു. എന്റെ കർത്താവ് ഒരു കോഴിക്കോട് ഉണ്ട്, 7 മുറി കടയുണ്ട്. ആ റോഡിനെങ്ങാനും വീതി കൂട്ടിയ 7 മുറി കടയങ്ങെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേ. അല്ല എന്താണ് എനിക്കൊരു കാര്യം പറയുന്നത്, എന്റെ കഥാപാത്രങ്ങളെ തൂക്കിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എല്ലാ കാതറ ഈ ആൾക്കാർക്കൊന്നും വേണ്ടെങ്കിൽ അത് ആക്രക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. പറഞ്ഞേ ഉള്ളൂ. ഈ മൊയ്തീൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. സത്യം നമ്മളവരെ ചതിക്കുന്നല്ലോ, നമ്മൾ പൈസ മേടിച്ചിട്ട് പറ്റിച്ചു വിടുകയല്ലോ. നമുക്ക് ചെറിയ വേഷം കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അതൊരു അത് കുഴപ്പമില്ലല്ലേ? അത് കഥാപാത്രത്തിന് അനുയോജ്യമായതും ഞാൻ കണ്ട സ്വപ്നങ്ങളൊന്നും വിട്ടുപോകരുത്. അല്ലടോ നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമ നിന്ന് പോയാൽ എന്റെ സ്വപ്നമൊക്കെ പാടെ അടിയിലായി പോവോ? ഇത് നടക്കാനുള്ളൊരു വയ്യ നമ്മൾ പറഞ്ഞിരുന്നേ. ഞാൻ പറയണതല്ല, കാശ് മേടിച്ചാലും കഴിവുള്ളവരുടെ മാത്രം കാശ് മേടിച്ചാൽ മതി. അത് മതി. അഭിനയിക്കാനുള്ളവരുടെ കഴിവ് മേടിച്ചാലേ നമുക്ക് ആ കുറ്റബോധം തോന്നത്തില്ല, കുറ്റബോധം വരത്തില്ല. ഈ അഭിനയിക്കാൻ കഴിവുള്ളവന്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഇല്ലാണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഇതിന് റെഡിയാണോ? ആൾക്കാരെ ചില്ലറ പൈസ അഭിനയിക്കാനും കഴിവുള്ളവരും ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് പറയണേ കേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി അതിനെ പറ്റി വലിയ ചിന്ത വേണ്ട. നമ്മൾ ഓരോരുത്തരാണ് കാണിച്ചു തന്നിട്ട് പറയും, ഇവന് കുറച്ച് ഡയലോഗ് അങ്ങോട്ട് നീട്ടി എഴുതി കാതരാന്ന് പറയും, ഓനാണ്ട് എഴുതി നീട്ടിയാണ്ട് എഴുതി കൊടുക്കണം. ഇവന് കുറച്ച് ഡയലോഗ് ഉണ്ട് കുറച്ചാളെന്ന് പറഞ്ഞാൽ ഓനാണ്ട് കുറച്ചാളണം. അതെന്താണോ കുറച്ചാളെന്ന്? ആ കുറച്ചാളണം അങ്ങോട്ട് അതന്നെ. അതെന്താന്നാ ചോദിച്ചേ? എടോ ഇതൊക്കെ പൈസ കിട്ടുന്നതിനനുസരിച്ചിട്ടാ, മനസ്സിലായോ? ഓൻ എത്ര പൈസ തരുമോ അതിനനുസരിച്ചിട്ടായിരിക്കും അവൻ്റെ ഡയലോഗിന്റെ നീളം കുറയണം കൂടണം ഒക്കെ, മനസ്സിലായോ? ഇനി പിന്നെ നമുക്ക് എന്നോട് പറയാണ്ടെന്ന് വെച്ചാൽ അതുപോലെ ഇത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഖം അടുത്ത് കാണിക്കേണ്ട ആളെ നമ്മൾ പറയും, മുഖം കുറച്ച് ദൂരത്ത് കാണിക്കേണ്ട ആളെ നമ്മൾ പറയും, മുഖം ദൂരത്ത് കാണിക്കേണ്ട ആള് നമ്മൾ പറഞ്ഞു തരും. ഈ പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും. അങ്ങനെയാണ് ഈ സിനിമ പൂർത്തിയാവും. പിന്നെ വേറൊരു കേസുണ്ട്, ഈ ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനും കൂടെ നിൽക്കാം. കഴിവുള്ളവരെ നോക്കി സെലക്ട് ചെയ്യാമല്ലോ. അപ്പൊ എന്റെ ഒരു ജൂറി കമ്മിറ്റിയും കൂടെ ആകുമ്പോൾ അവിടെ സെലക്ട് ചെയ്യാൻ കഴിവുള്ളവരും കൂടെ നിൽക്കണ്ടേ? അപ്പൊ നീ നിന്നിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞില്ല, എന്നോട് പ്രത്യേകം പറയാനുള്ള വെച്ചാൽ ഇത് ആൾക്കാരുടെ അഭിനയിക്കാൻ പറ്റില്ല ചാടി കളിക്കുന്ന സ്വഭാവം ഇല്ലേ? മുഖത്ത് വരുന്ന ഒന്നും വരില്ലാറില്ലേ? ഇന്ന് മുഖത്ത് വരുന്നേ നോക്കണ്ട, അയാളെ പോക്കറ്റിൽ നിന്ന് തരുന്നേ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആളെടുക്കുക. മൊയ്തീനെ നമ്മളീ പറ്റിച്ച് പൈസ മേടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മാത്രമേ അറിയൂ. 1, 2, 3, 4 ഈ 4 പേരിൽ സത്യം നിൽക്കണം. അല്ല പുറത്തെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാലേ നമ്മൾ ഇമേജിനെ ബാധിക്കും. അപ്പൊ നിങ്ങളൊക്കെ റെഡിയായി നിന്നോളി, ആൾക്കാർ ഇനി ശര വരോ ഇങ്ങോട്ട് വരിക. ഓക്കെ അല്ല കാതറ ഈ മൊയ്തീൻ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടല്ലോ ആള് പാവാ. അല്ല നമ്മൾ പിന്നെ ആൾക്കാരെ പറ്റിക്കുന്നില്ലല്ലോ അല്ലേ? ശരി, നമ്മൾ പൈസ വെച്ചാൽ അവർക്ക് ചാൻസ് കൊടുക്കുമല്ലേ? ഈ ഉടായിപ്പിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു വേക്കൻസി ഉണ്ട്, അത് മൊയ്തീൻ തന്നെ കൊടുക്കണം അല്ലേ?
അമ്മ ഇന്ന് വന്നേ. ഇവിടെ കണ്ടിടത്തോളം ഇവരാരും ശരിയല്ല. നമ്മുടെ അടുത്ത് നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്, കുറെ ആൾക്കാരുടെ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട് ഇവര്. അതിനിപ്പോ എന്തുണ്ടായേ? അമ്മ എന്നെ നായികയാക്കാന്ന് പറഞ്ഞല്ലേ അവര് പൈസ വാങ്ങിയേക്കുന്നത്. പറയുന്നത് കേക്ക്. പിന്നെ 4 നായികമാര് വന്നേക്കുന്നത്. അതിനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. അമ്മ എന്ത് പറയണേ അമ്മ? എന്റെ മാല, അമ്മയുടെ മാലയൊക്കെ ഊരി കൊടുത്തിട്ടാണ് എനിക്ക് നായിക ആവണം. നീ വിഷമിക്കാതെ, ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ. എന്ത് ചെയ്തോളാന്നമ്മ? മാറി വിളിക്കുന്നു. ഹലോ ഹലോ സാർ, ഇത് മനുഷ്യാവകാശ കമ്മീഷനല്ലേ?